Hello, hi, namaskaram. My name is Alif Muhammad. Alif Muhammad to be exact. Alif is the name people my friends call me. ഞാനിപ്പോൾ ആക്ച്വലി ഉള്ളത് ഖത്തറിലാണ്. ഐ വർക്ക് ഹിയർ ആക്ച്വലി ആസ് എ HR റിക്രൂട്ടർ. ഞാനിപ്പോൾ ഖത്തറിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 1.5 years ആയി. ആൻഡ് ഒരുപാട് നാളായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ള വ്ളോഗ്സ് ചെയ്യണമെന്നുള്ളത്. ആൻഡ് ടുഡേ ഐ തോട്ട് ഐ വിൽ ഡു ഇറ്റ്. So, welcome to my YouTube channel, and this is Alif's Trek, Travel and Entertainment. So, as the name suggests, these are the most interesting things for me: technology, traveling and entertainment. Entertainment എന്ന് പറയുമ്പോൾ movies, food, etc. And sometimes I also will be discussing current affairs here. So, ഖത്തറിൽ ഞാൻ വന്നിട്ട് 1.5 വർഷത്തോളം ആയെങ്കിലും I haven't been to many places here, mostly because I don't have a license here, and the best way to get to places here in Qatar is if you have a vehicle. And today, so we are going to one of the most commonly visited places here in Qatar, where embarrassingly enough I have never been to, Al-Bida Park. So 1.5 വർഷമായെങ്കിലും ഞാൻ ഇന്ന് വരെ അൽബിദ പാർക്കിൽ വന്നിട്ടില്ല. ഐ നോ ഇറ്റ്സ് എ ഷെയിം. സോ വി ആർ ഹിയർ നൗ. ഞാനിപ്പോൾ അൽസത്തിൽ നിന്ന് മെട്രോ എടുത്തു. നൗ ഐ ഹാവ് റീച്ച്ഡ് അൽബിദ പാർക്ക്. പതുക്കെ നമ്മൾ പുറത്തോട്ടിറങ്ങി നമുക്ക് പാർക്കൊക്കെ ഒന്ന് കാണാം. ജസ്റ്റ് വിൽ ടേക്ക് എ സ്ട്രോൾ ആൻഡ് സീ വാട്ട്സ് ദെയർ. എൻ്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ പറഞ്ഞത് വെച്ചിട്ട് ഇറ്റ്സ് ആക്ച്വലി എ റിയലി ഹ്യൂജ് പാർക്ക്. ഫാമിലി ആൻഡ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പിക്നിക്ക് പോലൊക്കെ വന്നിരിക്കാനും ചെറുതായിട്ട് സ്മോൾ ഗെയിംസ് കളിക്കാനും എല്ലാം പറ്റിയൊരു ലൊക്കേഷനാണ്. ആൻഡ് വിൻ്ററിൽ ഏറ്റവും നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. ലെറ്റ്സ് സീ വാട്ട്സ് ഔട്ട് ദെയർ. During this vlog, I will tell you about my life and about this channel and also the place. So, nice. ഖത്തറിൽ ആക്ച്വലി ഇവിടെ ഇപ്പോൾ ഒട്ടും ക്രൗഡഡ് അല്ല, ആൻഡ് ദാറ്റ് ഇസ് ദ വൺ തിങ് ഐ ലവ് അബൌട്ട് ഖത്തർ. സോ ഐ ഹാവ് ബീൻ ടു തായ്ലൻഡ് is a funny story. I'll tell you later about that. I have been to Dubai, and this is my third country. So unlike in Dubai, Qatar is not very, how to say, noisy or that huge rush. It's not there in Qatar. Qatar is actually very peaceful and calm, and that's what I love about Qatar. So we'll slowly explore this place. There is some okay. There is a rocky formation over there. ഇതിന് നാച്ചുറലാണോ അപ്പോൾ ഇങ്ങനെ ഒരു എസ്തെറ്റിക്കിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നോ അറിയില്ല. അതൊക്കെ ഒന്ന് പോയി നോക്കാം. സോ ലൈക്ക് ഖത്തറിൽ എനിക്ക് മോസ്റ്റ്ലി ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ദി ആംബിയൻസ്, ദി കാംനെസ്, ദി പീസ്ഫുൾനെസ്. നമുക്ക് എവിടെ പോയാലും പീസ്ഫുള്ളാണ്. ഇപ്പം ഈവനിങ് പാർക്സിലൊക്കെ പോയിരിക്കാനാണെങ്കിലും, ഇപ്പം ഞാൻ മുഷറബിൽ താമസിച്ചിരുന്ന സമയത്ത് എൻ്റെ ഫ്ലാറ്റിന് താഴെ ചെറിയൊരു പാർക്കെന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രാസൊക്കെ ലേ ചെയ്തൊരു സ്പേസ് ഉണ്ട് വൈകിട്ടിരിക്കാൻ പറ്റിയ. അവിടെയൊക്കെ ആണെങ്കിലും ആളുകളൊക്കെ വന്നിരിക്കുമെങ്കിൽ പോലും, ആക്ച്വലി ഒരുപാട് പേര് ഇരിക്കുമെങ്കിൽ പോലും ഇറ്റ്സ് പീസ്ഫുൾ. ദുബായിലൊക്കെ ആണെങ്കിൽ ഭയങ്കര റഷായിരിക്കും അങ്ങനെയുള്ള ലൊക്കേഷൻസൊക്കെ വരുമ്പോൾ. അൺലൈക്ക് ദാറ്റ് ഇറ്റ്സ് പീസ്ഫുൾ ഓവർ ഹിയർ. ഇവിടെ ആണെങ്കിൽ ഇപ്പം ഈവനിങ്, ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി 3 in the afternoon, നോട്ട് ഈവൻ ഈവനിങ്. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഖത്തറിൽ ഒരു 4:45, 5 ഒക്കെ ആകുമ്പോഴത്തേക്കും സൺസെറ്റ് ആവും. റൈറ്റ് നൗ ഐ തിങ്ക് പീപ്പിൾ ആർ കമ്മിങ് ഇൻ. പാർക്ക് ഈസ് ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് എംപ്റ്റി ഫീലാണ്. ആൻഡ് ഇറ്റ്സ് റിയലി പീസ്ഫുൾ. നല്ല കൂൾ, നല്ല തണുത്ത കാറ്റും ഒരു നേച്ചർ ഫീലിംഗ് നല്ല രീതിയിലുണ്ട്. അതൊക്കെ നോക്കി ഇറങ്ങാം. ഞാൻ ആക്ച്വലി കുറച്ച് ക്ലംസിയാണ്, ചിലപ്പം തെന്നിയൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയൊക്കെ നടന്നു പോകാം. സോ ഇവിടെ നിന്ന് ആക്ച്വലി നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. നമുക്കിപ്പം ലെഫ്റ്റിലോട്ട് കാണുന്ന റീജിയൻ എന്ന് പറയുന്നത് അൽസദാണ്. ആ കാണുന്നൊരു പോർഷൻ എന്ന് പറയുന്നത് അൽസദാണ്. അവിടെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഓഫീസ്. ആക്ച്വലി ഞാൻ ഖത്തറിൽ ജോയിൻ ചെയ്തപ്പോൾ ഉള്ളൊരു ഓഫീസ് അവിടെ ആയിരുന്നു, അൽ മുഫ്ത പ്ലാസയിൽ. അവിടെ ഞാൻ ഓൾമോസ്റ്റ് 1 year വർക്ക് ചെയ്തു. അവിടെ നിന്ന് പിന്നെ റിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. ഞാനിപ്പോൾ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്നത് അൽബാബിലാണ്, സ്റ്റേ ചെയ്യുന്നത് അൽസത്തിലും. സോ ദി വ്യൂ ഇസ് നൈസ്. ഖത്തറിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഒരു ഫ്ലാറ്റ് ഡെസേർട്ട് റീജിയനാണ്. കംപ്ലീറ്റ്ലി ഒരു പരന്ന ലാൻഡ്സ്കേപ്പുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഖത്തറിലെ
ചില ലൊക്കേഷനൊക്കെ പോയി കഴിഞ്ഞാലും ബിൽഡിങ്സ് എല്ലാം ഒരേ നിരപ്പ് ഒരേ ഹൈറ്റിൽ ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുകയാണ്. ഇറ്റ്സ് ആക്ച്വലി നൈസ് വ്യൂ ആക്ച്വലി. ഒരുപാട് എന്താ പറയുക, സ്കൈ സ്പേസ് ബിൽഡിങ്സ് അങ്ങനെ കവർ ചെയ്തിട്ടില്ല. ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഒരു സ്കൈ ലൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കോർണിഷിൽ നിന്ന് ആ ഒരു ബിൽഡിങ്സൊക്കെ നിൽക്കുന്ന ഒരു റീജിയനാണ്. അങ്ങോട്ട് നമുക്കൊരു അടുത്തൊരു മേ ബി ഇൻ എ ഫ്യൂ കമ്മിങ് വീഡിയോസിൽ അങ്ങോട്ടോട്ടൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വ്ളോഗ്സ് ഞാൻ ചെയ്യാം. സോ ഇത് ആക്ച്വലി ഒരു ടവർ പോലെ അവർ പണിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് തിങ്ക് ദിസ് വാസ് സംതിങ് ദാറ്റ് എക്സിസ്റ്റഡ് ഫോർ എ വൈൽ. യാ, ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. ജസ്റ്റ് ഒരു എസ്തെറ്റിക്സിന് വേണ്ടി ഒരു ടവർ പോലെ പണിഞ്ഞു വെച്ചിരിക്കുന്ന സംഭവമാണ്. ഇവിടെ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. നമുക്ക് പതുക്കെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. ആക്ച്വലി ദാറ്റ് അങ്ങോട്ട് കാണുന്നത് മുഷേറിബിൻ്റെ റീജിയനാണ്. നമുക്ക് ഡൗൺ ടൗണിൽ ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ട്രാമിലൊന്നും ഞാൻ ഇന്നേ വരെ കയറിയിട്ടില്ല. സോ മേ ബി ഇൻ ദി കമ്മിങ് വീഡിയോസ് വി ക്യാൻ എക്സ്പ്ലോർ ദാറ്റ് ആസ് വെൽ. ഇവിടെ ഈ പാർക്ക് ഇങ്ങനെ നല്ല ഹ്യൂജാണ്. നമുക്ക് നടക്കാനായാലും സൈക്ലിങ്ങിനായാലും സെപ്പറേറ്റ് ട്രാക്സ് ഉണ്ട്. നമുക്കങ്ങനെ പതുക്കെ പോവാം. എൻ്റെ വീഡിയോ കൂടുതലും ഞാനിങ്ങനെ ഫ്ലോർ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിലും ഇപ്പം മിഡിൽ ഈസ്റ്റിലായാലും വീഡിയോസിൽ അനുവാദമില്ലാതെ ആരുടെയെങ്കിലും ഫേസൊക്കെ വരിക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒഫെൻസീവ് ആണ്. ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ആൻഡ് ഇറ്റ്സ് ഓൾസോ എഗെയിൻസ്റ്റ് ദ ലോ. അപ്പം കഴിവതും ആരുടെ ഫേസ് ഒന്നും ഇതിനകത്ത് വരാതെയും ആരെ ഒഫെൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ആൻഡ് ബീയിങ് മൈ ഫസ്റ്റ് ടൈം ടേക്കിംഗ് എ വ്ളോഗ്, ആ ഒരു നെർവസ്നെസ്സും ഷൈനെസ്സും ഇതിനകത്തുണ്ട്. നമുക്ക് പതുക്കെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ ശ്രമിക്കാം. സോ ലൈക്ക് ഐ സെഡ്, ദി പാർക്ക് ഇസ് റിയലി ഹ്യൂജ്. അങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മളിരിക്കുന്നതോ, ഒരാൾ കൂടിയിരിക്കുന്നത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറ്റ്സ് റിയലി ഹ്യൂജ് ആൻഡ് ഈവൻ ഇഫ് എ ലാർജ് ക്രൗഡ് കംസ് there is enough space to accommodate everyone without disturbing each other. And as you can see, കുട്ടികൾ സൈക്കിൾ ഓട്ടുന്നുണ്ട്, ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ജോഗേഴ്സ് ഉണ്ട്. മേ ബി മുന്നോട്ട് പോകുമ്പം കൂടുതൽ ആൾക്കാരെ കാണാമായിരിക്കും. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡെസേർട്ടഡ് നൗ ഹിയർ. ചിലപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളതായിരിക്കാം. ആസ് യു ക്യാൻ സീ, കുറച്ച് അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് ആളുകൾ മാത്സൊക്കെ വെച്ച് പിക്നിക് വൈബിൽ കപ്പിൾസ് ആയാലും ഫാമിലി ആയാലും കുട്ടികളായാലും എല്ലാം ഉണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഗെയിംസ് കളിക്കുന്ന കുട്ടികളും ഉണ്ട്. ഐ തിങ്ക് ഇൻസൈഡ് ഓൾസോ ടർഫ് പോലെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആസ് യു ക്യാൻ സീ ഇൻ ദ ഫ്രണ്ട് സ്പോർട്സ് ടർഫൊക്കെ ചെറുതായിട്ട് ഈ പാർക്കിനകത്ത് തന്നെ ഗവൺമെൻറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി റിയലി വണ്ടർഫുൾ ഫോർ പീപ്പിൾ ഹിയർ, ഫോർ ഫാമിലീസ് ടു ബി എക്സാക്ട്. ഫാമിലീസിനൊക്കെ വന്നിരിക്കാൻ ഇറ്റ്സ് ഒരു പീസ്ഫുൾ ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. കുട്ടികളും ഒരുപാട് എൻജോയ് ചെയ്യും. ദേ വിൽ ബി ആക്റ്റീവ് ഓവർ ഹിയർ ആൻഡ് ഇറ്റ്സ് കൂൾ. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് തന്നെ ദി ക്ലൈമറ്റ് ഇസ് റിയലി കൂൾ ആൻഡ് വന്നിരിക്കാനും നല്ല കാറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ സമ്മറിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി ദാറ്റ് വണ്ടർഫുൾ ടു ബി ഹിയർ. നല്ല ചൂടായിരിക്കും. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് വരുന്നത് കൊണ്ടായിരിക്കാം. ഐ ക്യാൻ സീ ഐ തിങ്ക് ദാറ്റ്സ് എ സ്മോൾ കോട്ടേജ് പോലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന അവിടെ ഫാമിലീസിന് വന്ന് ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ആൻഡ് വിൻ്റർ ആയതുകൊണ്ടായിരിക്കണം ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് പറ്റിയ ടോയ്സും റൈഡ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്രൗഡ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും. ആൻഡ് ദാറ്റ് ഐ തിങ്ക് ദാറ്റ്സ് എ സ്മോൾ പാർക്ക് ഫോർ ദി ചിൽഡ്രൻ. ആൻഡ് ദി full aesthetics, the small gardens, it's really nice. It's actually minimal and also very nice and peaceful. That's the keyword, peaceful here. നമുക്ക് ഇവിടെ ടീ ടൈമും ഇതിനകത്തുണ്ട്. നമുക്ക് പതുക്കെ പോയി ഒരു ചായയൊക്കെ കുടിക്കാം. പതുക്കെ ക്രൗഡായി വരുന്നുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങി. ഐ തിങ്ക് നമുക്ക് പോയി ഒരു ചായയും കുടിച്ച് സ്നാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം. ചെറുതായിട്ട് വിശക്കുന്നുണ്ട്, നോട്ട് സംതിങ് ബിഗ്. എന്താ ഉള്ളത് നോക്കാം. ഞാനിപ്പോൾ ഒരു കരച്ചായയും ഒരു ബനാന കേക്കുമാണ് പറഞ്ഞത്. നമുക്ക് എവിടെയെങ്കിലും പതുക്കെ പോയിരുന്ന് അതൊന്ന് കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മാക്സിമം ആരെയും വീഡിയോയിലൊന്നും വരാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടാണ് പോകുന്നതുകൊണ്ടാണ് കൂടുതലും ഈ ഫ്ലോർ ഇങ്ങനെ കാണുന്നത്. ക്ഷമിക്കുക. മുന്നോട്ടുള്ള വീഡിയോസിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. നമുക്ക് പതുക്കെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാം.
പോട്ടെ. ഈവനിങ് ആ ഒരു സ്കൈ ലൈനും ആ ഒരു സൺസെറ്റും ഈ ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെ ഇറ്റ്സ് ആക്ച്വലി റിയലി നൈസ്. ഇറ്റ്സ് കാമിങ് ആൻഡ് പീസ്ഫുൾ. ഞാൻ പറഞ്ഞ പോലെ ആളുകൾ ജോഗിങ്ങിനും സൈക്ലിങ്ങിനും ഒക്കെ ഇവിടെ വരാറുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ കോർണിഷിൻ്റെ ആ ഒരു സ്കൈ ലൈനാണ് നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. മേ ബി ഐ തിങ്ക് ഇങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുമായിരിക്കും. നമുക്ക് പതുക്കെ ഫ്രണ്ടിലോട്ട് നീങ്ങാം. ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി ബ്യൂട്ടിഫുൾ ഹിയർ. ആ ഒരു പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും ക്രൗഡില്ലാത്തത് കൊണ്ടും ആ ഒരു നേച്ചർ എലമെൻസും ഒക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് എൻ്റെ ഫ്ലോർ ഇതൊരു കാഫറ്റീരിയ ആണ്. വിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഫി ഷോപ്പാണ്. ഞാൻ എന്തായാലും അവിടെ കയറുന്നില്ല. മേ ബി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും വീണ്ടും വരുമ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. ഫോർ നൗ ലെറ്റ്സ് ജസ്റ്റ് എൻജോയ് ദ വ്യൂ ആൻഡ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് പ്ലേസ്. അങ്ങനെ നടന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് കോർണിഷിൻ്റെ ആ ഒരു സീ ഏരിയ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഐ എം നോട്ട് ഷുവർ ഇഫ് വി ക്യാൻ ക്രോസ് ഓവർ ആൻഡ് ഗോ ടു ദി കോർണിഷ് റീജിയൻ ഫ്രം ഹിയർ. നമുക്കൊന്ന് നോക്കാം, ഫ്രണ്ടിലോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്ന്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആളുകൾ വാക്കിങ്ങിനും ജോഗിങ്ങിനും സൈക്ലിങ്ങിനും എല്ലാം വരുന്നതുണ്ട്. സോ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് നോട്ട് ടു ഡിസ്റ്റർബ് എനിവൺ വൈൽ ഐ ടേക്ക് ദിസ് വീഡിയോ. അതൊക്കെ നമുക്ക് മുന്നോട്ട് പോവാം. ആക്ച്വലി സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, എല്ലാവരും പുതിയൊരു ചാനലാണ്, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് കൂടുതൽ വീഡിയോസ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് മേ ബി ഒരു റോഡ് കൂടി ക്രോസ് ചെയ്ത് കഴിയുമ്പം എനിക്ക് തോന്നുന്നു കോർണിഷിൻ്റെ അവിടെ എത്തുമെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. ഇവിടെ നിന്ന് ആ ഒരു സീയുടെ റീജിയൻ കാണുന്നുണ്ട്. ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹൗ ഇറ്റ് ഇസ്. ഇവിടെ ആക്ച്വലി ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ വക ആയിട്ടുള്ള ഈ ഒരു ഗാർഡൻ പാർക്ക് കൺസ്ട്രക്ഷൻ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റീസെൻ്റായിട്ട്, ഈ റീസെൻ്റ് ഇൻ ദ സെൻസ് ലാസ്റ്റ് ഒരു 8 to 10 yearsനുള്ളിൽ ഈ ഒരു ഫിഫ അടിച്ചാണ് ഇത്രയും ഡെവലപ്മെൻറ്റ്സ്, ലാൻഡ്സ്കേപ്പിംഗ് ആയാലും ആർക്കിടെക്ചർ ആയാലും എല്ലാം ഇവിടെ വന്നത് ഈ ഒരു ടൈമിലായിരിക്കണമെന്ന് തോന്നുന്നു. പലരും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നോട് എൻ്റെ ആലിഷ്വ ദാറ്റ് ഇസ് ആ ഒരു വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഐ ഹാവ് ആക്ച്വലി ഈവനിങ് പല സ്ഥലത്ത് പോയപ്പോഴേ ഈ ഒരു വ്യൂവിൻ്റെ ഒരുപാട് ഫോട്ടോസ് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു വ്യൂ കാണുന്നത് ആക്ച്വലി ആദ്യമായിട്ടാണ്. അഗൈൻ ഇറ്റ്സ് എംബാരസിങ്. 1.5 വർഷമായിട്ട് ഖത്തറിൽ ഉണ്ടായിട്ട് ഈ ഒരു വ്യൂ ഇപ്പോഴാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എംബാരസിങ്. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയും ആക്ച്വലി റോഡ് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴും അത്ഭുത പാർക്കിൻ്റെ ഒരു ഏരിയ തന്നെയാണ്. ഇവിടെയും ആക്ച്വലി ചെറിയൊരു പാർക്ക് പോലെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലീസിന് കുട്ടികളായിട്ടൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇറ്റ്സ് ആക്ച്വലി വെരി പീസ്ഫുൾ ഹിയർ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പീസ്ഫുളിൻ്റെ കാര്യം പറയുന്നുണ്ട് ബിക്കോസ് ദാറ്റ്സ് വൺ ഓഫ് ദി മെയിൻ തിങ്സ് ഐ ലവ് അബൌട്ട് ദിസ് പ്ലേസ് ആൻഡ് ഇറ്റ്സ് വർത്ത് സീയിങ്. ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഊഞ്ഞാലും ചെറിയ റൈഡ്സും ഒക്കെ ആയിട്ടൊരു ചെറിയ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്രീ ആൻഡ് ഡ്രൈ ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് വന്നിരിക്കാനും അങ്ങനെ ടൈമിംഗ് ഒന്നും ഇല്ലാത്തതൊക്കെ വളരെ നല്ല കാര്യമാണ്. ആൻഡ് പതുക്കെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ നിന്ന് ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് ആ സീ ലൈൻ കുറച്ചിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് നടക്കാനുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊരു അണ്ടർ പാസേജാണെന്ന് തോന്നുന്നു. നമുക്ക് അതിൽ പോയി അപ്പുറത്ത് ഇറങ്ങാൻ പറ്റുമായിരിക്കണം. കാരണം റോഡിലോട്ട് ക്രോസ് ചെയ്യുന്നതിലും കുറച്ചുകൂടി ബെറ്റർ ഇതായിരിക്കും. അത് എസ്കലേറ്റർ ഉണ്ട്, എലിവേറ്റേഴ്സും ഉണ്ട്. നമുക്ക് എസ്കലേറ്റർ എടുത്ത് പതുക്കെ താഴോട്ട് പോയി ക്രോസ് ചെയ്ത് നോക്കാം എവിടെ എത്തുന്നു. ഇതുമെല്ലാം ആക്ച്വലി ആ ഒരു ഫിഫയുടെ ടൈമിൽ കൺസ്ട്രക്ട് ചെയ്തായിരിക്കണം. നമുക്ക് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് ഫുട്ബോളിൻ്റെ പല മ്യൂറൽസ് നമുക്കിങ്ങനെ കാണാം. ഒരുപാടുണ്ട് നടക്കാൻ. അതൊക്കെ പതുക്കെ നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെയും ആളുകൾ ഇലക്ട്രിക് സ്കൂട്ടറും സൈക്ലിങ്ങും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്.
എനിക്കൊന്ന് അവർ ആക്ച്വലി ഗവൺമെൻറ് ആക്ച്വലി ഇ മൊബിലിറ്റി നല്ലതുപോലെ പുഷ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ആയാലും ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ കാണുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി നൈസ്. നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്ത് പെട്ടെന്ന് പോകാനൊക്കെ. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദി കോസ്റ്റ്. ഐ ഹാവൻ യൂസ്ഡ് ഇറ്റ് യെറ്റ്. മേ ബി ഇൻ ദി കമ്മിങ് ഡേയ്സ് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറിഞ്ഞ് വീഴാതിരുന്നാൽ മതിയായിരുന്നു. ആൻഡ് ഹിയർ വി ആർ കോർണിഷിലെ ആ ഒരു സീ ലൈൻ നേരെ കാണുന്നതാണ് സൂക്ക് വക്കീഫ്. മേ ബി കമ്മിങ് വീഡിയോസിൽ നമുക്ക് അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാം. ആളുകൾ ഇവിടെ വന്നിരുന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു ഫാമിലി വന്നിരുന്ന് ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. അവരെ ഒന്നും ഞാൻ ഇതിനകത്ത് പെടുത്താതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയാണ്. ആ ഫ്രണ്ടിൽ നിൽക്കുന്നവരെല്ലാം ഫിഷിംഗ് ആണ്. മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബോട്ടൊക്കെ ഉണ്ട്. ഈവനിങ് ആളുകൾ അതിനകത്ത് ലൈറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ ഇട്ട് ജസ്റ്റ് എനിക്കൊന്ന് 10-15 റിയാൽ എന്തോ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പലയിടത്തും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. എനിക്ക് ഈ മ്യൂസിക് ഇപ്പോൾ കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല. പതുക്കെ പാട്ടൊക്കെ ഇട്ട് ആ ബോട്ട് പതുക്കെ കടലിലോട്ട് ഇറങ്ങുകയാണ്. എനിക്ക് തോന്നുന്നൊരു ടീമിനെയും കൊണ്ട് ട്രിപ്പ് പോയി കറങ്ങി വരാനായിരിക്കണം. ഒരു ദിവസം നമുക്ക് അതിനകത്തും കയറാം. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ആൻഡ് ആസ് ഐ സെഡ്, ഈ ഒരു വ്യൂ ആണ് ഖത്തറിലെ ഇതുവരെയിലും ഏറ്റവും ഫേവറേറ്റ്. ഒരു എന്താ പറയുക, എക്സ്ക്യൂസിറ്റ് ആയിട്ടുള്ള കുറച്ച് കളിപ്പാട്ടങ്ങൾ എടുത്ത് അടുക്കി വെച്ചാണ് ആ ഒരു റീജിയനിൽ മാത്രമായിട്ട് സ്കൈ സ്ക്രേപ്പേഴ്സ് ഇങ്ങനെ നിരത്തി വെച്ച പോലുള്ളൊരു ആർക്കിടെക്ചർ, ഒരു വ്യൂ. ഇറ്റ്സ് റിയലി നൈസ്. പതുക്കെ പാട്ടൊക്കെ ഇട്ട് കപ്പൽ പതുക്കെ ഇറങ്ങും. അടുത്ത ഒരെണ്ണം റെഡിയായി നിൽപ്പുണ്ട്. മേ ബി വിസിറ്റേഴ്സ് മാറ്റുന്നതനുസരിച്ചോ അല്ലെങ്കിൽ അതിൽ കയറാൻ ആൾ തികയുന്നതനുസരിച്ച് അത് മുന്നോട്ട് പോകുമായിരിക്കും. നമുക്കിവിടെ വന്ന് ഫാമിലിയായിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാം. നടക്കാനും സൈക്ലിങ്ങിനും എല്ലാം ഇവിടെ പറ്റും. മെയിനായിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യുക, സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരം ഇരിക്കുക, സൺസെറ്റൊക്കെ കാണുക, എന്നിട്ട് പോവുക. അതാണ് ഈ ഒരു റീജിയൻ. വാക്കിംഗ് ആൻഡ് ജോഗിങ് ആണ് മെയിൻ. ഇവിടെ ഇപ്പോൾ സൺസെറ്റ് കഴിഞ്ഞു. ഞാൻ എന്താ ഇപ്പോൾ തിരിച്ച് അൽബിത്ത പാർക്കിൽ വന്നു. ഇവിടെ നിന്ന് ഇനി പതുക്കെ നടന്ന് മെട്രോയിൽ കയറി തിരിച്ചു പോവുക. ഹോപ്പ്ഫുള്ളി ഇനിയും ഒരുപാട് വീഡിയോസ് മുന്നോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.